ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 78 റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. ചേട്ടാ, ചാനൽ സബ് ചെയ്തപ്പോൾ ലൈൻ സെറ്റ് ആയി. എല്ലാവർക്കും സെറ്റ് ആവുന്നുണ്ട്. ചേട്ടാ, ഇത്രയും ലേറ്റ് ആക്കല്ലേ പ്ലീസ്, കുറച്ച് നേരത്തെ ഇടാമോ? ശ്രമിക്കാടാ മുത്തേ. ഗ്ലാസ് വേണ്ട ചേട്ടാ, സീരിയസ് ആയ പോലെ. നാളെ എനിക്ക് എക്സാമാ. പോയൊന്ന് പഠിക്കറാ, ഗ്ലാസ് വെച്ചില്ല. സീസൺ 6 കാര്യങ്ങൾ അറിയാൻ ബിഗ് ബോസ് കാണണ്ടെന്ന് പഠിപ്പിച്ച വിശ്വാസം. ശരത് ടോക്സ്. എടാ, ഇതില് നമ്മള് ബിഗ് ബോസ് കാണിക്കുന്നില്ലടാ, ചെറിയ ക്ലിപ്സ് നമ്മൾ മൊത്തത്തിൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കുറെ പേരുടെ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി എന്തൊക്കെ പരിപാടി ഉണ്ട്. അപ്പൊ ഈ എഴുതി കാണിച്ചവർക്കൊക്കെ ഹാപ്പി ബർത്ത്ഡേ ടു. ഏട്ടന്റെ വീഡിയോ കണ്ടു ഒമാനിലെ അർബാബിന് ബെല്ലാണ്ട് ഇഷ്ടമായി. ഊതിയതാണ്. ഞാൻ യൂഷ്വലി ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് ആയിരുന്നു കാണാറ്. ബട്ട് അതും ഇതും കണ്ട ഞാൻ കൂടുതൽ ആസ്വദിച്ചതും ചിരിച്ചതും ശരത്തേട്ടന്റെ വീഡിയോ കണ്ടപ്പോഴാ. താങ്ക്സ് ഫോർ എന്റർടൈനിങ് മീ, താങ്ക്സ് ഫോർ വാച്ചിങ് മീ. താങ്കളുടെ കാഴ്ചപ്പാടുകൾ എന്റെ അതേ കാഴ്ചപ്പാടുകളായി തോന്നാറുണ്ട്. അതുകൊണ്ട് എല്ലാ റിവ്യൂസും മുടങ്ങാതെ കാണാറുണ്ട്. ഗുഡ് ഗോയിങ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ സംസാരിച്ചധികം സമയം കളയുന്നില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് നമുക്ക് കിട്ടുന്ന കയ്യടിയാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്താടാ അവിടെ ഞെക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? പ്ലീസ് ടു സബ്സ്ക്രൈബ്. സമയം കളയാനല്ലേ, നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. ബിഗ് ബോസ് വീട്ടിലെ ഇന്ന് കയ്യടിച്ചില്ല. ഗെയിമിന്റെ ഗതിയെ മാറ്റുന്ന ഒരു യാത്ര. നമ്മൾ ഈ കയ്യടീനെ കളിയാക്കണത് ബിഗ് ബോസിന്റെ ആൾക്കാർ കേൾക്കണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഇന്ന് ടിക്കറ്റ് ഫിനാലെ അത് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ലാലേട്ടൻ പറയണ ഇന്ന് ടിക്കറ്റ് ഫിനാലെ ലോഞ്ച് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ഫിനാലയിലേക്ക്. അപ്പൊ എന്താണ് ടിക്കറ്റ് ഫിനാലെ എന്ന് അൻസിബേനോട് ചോദിക്കാണ്. ഇത് എല്ലാവർക്കും അറിയണ കാര്യമില്ല, പിന്നെ എന്തിട്ട് എടുത്ത് ചോദിക്കാനുള്ളത്? ഫിനാലെ കിട്ടുന്ന ആള് 13th വീക്ക് ഇമ്മ്യൂൺ ആവും. സായും പറയണ്ട എന്താ ടിക്കറ്റ് ഫിനാലെ. അത് കഴിഞ്ഞാണോ ജാസ്മിൻ ഭയങ്കര ഫയർ ആയത്, എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കി. അപ്പൊ ലാലേട്ടൻ എന്താ ജിൻഡോ, ജാസ്മിൻ എന്തോ ഫയർ ആവണം എന്തോ ഉപദേശം കൊടുത്തു എന്ന് കേക്കണ്ടല്ലോ. നമുക്ക് കളിക്കണം, നമുക്കിവിടെ നമ്മുടെ എയിം. ജിൻഡോ, അവള് നല്ല രീതിയിൽ കളിക്കാൻ പറഞ്ഞാൽ ലാലേട്ടാ. ആദ്യ ആഴ്ച വന്നൊരു ജാസ്മിനിലേക്ക് തിരിച്ചു പോകണമെന്നാണ് പറഞ്ഞത്. എനിക്ക് ആ ജാസ്മിനിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല. ജാസ്മിൻ ബി ലൈക്ക്, എനിക്ക് പഴയ ജാസ്മിൻ ആവണ്ട, എനിക്ക് പുതിയ ജാസ്മിൻ ആയാ മതി. അൻഷിബ അങ്ങനെയാണോ ജിൻഡോ എന്ന് പറഞ്ഞ? ദേ ലാലേട്ടൻ അൻസിബാനെ വിളിക്കണം. എന്തിനിപ്പ അൻസിബാനെ വിളിക്കണം ഇവിടേക്ക്? ഞാൻ വന്നിട്ട് പ്രതികരിക്കാൻ പറഞ്ഞു. അപ്പോ നിങ്ങൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ ശ്രദ്ധിച്ചു, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ശ്രദ്ധിച്ചു. ജാസ്മിൻ കൂടുതൽ വിളിക്കുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ജാസ്മിന്റെ ചെവിയിൽ എത്തിക്കുന്നുണ്ട്. പ്രതികരിച്ചാല് അപ്പൊ എന്താ അൻഷിബയ്ക്ക് പേടിയാണെന്ന് പറഞ്ഞ? അവിടെ ഇവിടെയും ഓരോരുത്തരിരുന്ന് പറയുന്ന കാര്യങ്ങൾ ജാസ്മിന്റെ ചെവിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണോ ലാലേട്ടനെ ഫ്ലൈറ്റ് പിടിച്ച് എമ്പുരാന്റെ ലൊക്കേഷനിൽ നിന്ന് ചെന്നൈയിൽ എത്തിക്കുന്നത്? ആണോ ജിൻഡോ? തമാശക്കാണോ പറഞ്ഞ? ഞാൻ പോയി പ്രതികരിക്കാൻ പറഞ്ഞപ്പം തമാശക്ക് പറഞ്ഞ അങ്ങനെ പറയണ്ടേ? അവര് പറഞ്ഞു പേടിക്കില്ല. ലാലേട്ടാ, ജാസ്മിൻ എന്നോട് പറഞ്ഞു അൻസിബ പ്രതികരിക്കില്ല എന്ന്. അപ്പൊ ഞാൻ ജാസ്മിനോട് പറഞ്ഞു ഇപ്പൊ പോയി സംസാരിച്ചു നോക്ക്, അവള് നന്നായിട്ട് പ്രതികരിക്കുന്നു. അത്ര ഞാൻ പറഞ്ഞോളൂ. ആള് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ആളായി മാറി. അൻസിബ വിലക്ഷു ഞാനാ എപ്പ ഇതൊക്കെ പണ്ടത്തെ അൻസിബ അല്ല. ജാസ്മിൻ, ഇയാളെന്ത് വിടലാടോ? ജാസ്മിന് ഭയങ്കര പേടിയാണ് അൻഷിബെ. എനിക്ക് ചോദിക്കണേ, ജാസ്മിനെ നിനക്ക് പേടിയുണ്ടോ? ജാസ്മിൻ, എനിക്കിവിടെ ആരും പേടിയില്ലല്ലോ ലേട്ടാ. ഇവിടെ ആരെയും പേടിയില്ല ലാലേട്ടാ. എനിക്ക് പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി സംസാരിക്കാറ്. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ലാലേട്ടന് വേറെ എന്തൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്? ഇത് മാത്രമേ ഉള്ളൂ. കറക്റ്റായിട്ട് പറയൂ. ഇവിടെ 2 ആഴ്ചയായിട്ട് സമാധാന, ഒരു വഴക്കുമില്ല, ഒന്നുമില്ല. ഞാനൊരു കോണ്ടന്റ് ഉണ്ടാക്കാന്ന് വെച്ചപ്പോ നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. പറഞ്ഞ കാര്യമല്ല അപ്പുറത്ത് പോയേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആണല്ലേ? എന്തുവാടേ ഇത്തവണത്തെ ബിഗ് ബോസ് ധ്യാനം കൂടാൻ പോയാ? സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാ. ജിൻഡോ കാക്ക എന്റെ നല്ലതിനൊന്നും അല്ല പറഞ്ഞത്, അത് ജിൻഡോ കാക്കയുടെ തന്നെ ആവശ്യത്തിന് വേണ്ടി. ജാസ്മിൻ പറയണ ജിൻഡോ കാക്ക എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ നല്ലതിനായിരിക്കില്ല, ജിൻഡോ കാക്കയുടെ നല്ലതിന് തന്നെയായിരിക്കും. ബേസിക്കലി എനിക്ക് ജിൻഡോപ്പന്റെ ഒരു ക്യാരക്ടർ ജിൻഡോ. അൻസിബ ബി ലൈക്ക്, എനിക്ക് ജിൻഡോനെ അറിയാം, ജിൻഡോന്റെ ഗെയിം അറിയാം, അത് കുഴപ്പമില്ലല്ലോ ലേട്ടാ. ഇത്രയും കഥ കേട്ടപ്പോ 2 മിനിറ്റ് 3 മിനിറ്റ് കഥ കേട്ടപ്പോഴത്തേക്കും കാട്ടുതീ എന്ന പേര് വീണു. ഇനി ആര്? 24/7 സിജോ. അപ്പൊ സിജോ എല്ലാം വളരെ ബുദ്ധിപരമായി അനലൈസ് ചെയ്തു എന്നൊക്കെ കാണിക്കാനായിട്ടാണ് തോന്നുന്നു. എല്ലാത്തിനും കയറി അടിപൊളിയായിട്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്നു. ഇപ്പൊ ഒന്ന് ശാന്തമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു തിരി കത്തിച്ച് ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ സിജോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ആഴ്ചയായിട്ട് സമാധാനമാണല്ലോ. അപ്പൊ എവിടെയെങ്കിലൊക്കെ ചെറിയൊരു തീ ഇങ്ങനെ കത്തിച്ച് അതൊന്ന് ഊതി പെരുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോണ്ടന്റ് ആയില്ലോ ലാലേട്ടാ. അതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്, അല്ല ജിൻഡോ ചേട്ടാ? ശരിക്കും പറഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഇവിടെ ഭയങ്കര സൈലന്റ് ആണ്. ആ ശരിയാണ്, 2 ആഴ്ചയായിട്ട് ഇവിടെ ഭയങ്കര സൈലൻസ് ആണ്. അത് ശരി. സത്യസന്ധനായ കള്ളൻ. എന്താണ് ജിൻഡപ്പന്റെ ഇതിന്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ്. ജിൻഡോ പറയണ ഞാൻ 2 പേരോടും ശരിയേ പറഞ്ഞിട്ടുള്ളൂ ലാലേട്ടാ. ഞാൻ ഇവിടെയും ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇവിടെയും ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ അവരുടെ ഗെയിം അത് ചേഞ്ച് ആക്കുമെങ്കിൽ അതെന്റെ വിജയമല്ലേ? എങ്ങനെ ജാസ്മിൻ ബി ലൈക്ക് എങ്ങനെ അങ്ങനെയാണ് പൊതുവായിട്ട് അങ്ങനെയാണ്. വരുവാണെങ്കിലും അൻസിബ അവിടെ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല.
അൻസിബ സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല. കൊണ്ടുപോകും. എനിക്കൊന്നും കേൾക്കണം എന്ന് പറഞ്ഞു പോകും. അല്ലെങ്കിൽ ജാസ്മിൻ പറയണത് അൻസിബ് ഇന്നവരെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അൻസിബ് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പോകും, അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകലാണ് പതിവ്. എന്നോട് ഇങ്ങനെ കൈ കാണിച്ച് എന്നോട് നിർത്തും. പറഞ്ഞു. ഇതല്ലാതെ എനിക്ക് ആ ഇതിന് ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇത് പുള്ളി എത്രത്തോളം അതിനകത്ത് മൂപ്പിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയാം. ജാസ്മിൻ എനിക്കെല്ലാം അറിയാം. ഇതിനാ. അതിപ്പോ ഒരു സ്റ്റോറി ഒരാളോട് പറഞ്ഞ അടുത്ത സ്റ്റോറിലേക്ക് മാറുമ്പോ കുറച്ച് ജിൻഡോ ബിലൈ അത് പിന്നെ ലാലേട്ടാ നമ്മളൊരു സ്റ്റോറിയുടെ കഥ പറഞ്ഞു എന്നാ പറഞ്ഞ പോലെ സ്റ്റോറി ഒരാളോട് പറയുന്ന സ്റ്റോറി നമ്മൾ അടുത്ത ആളിലേക്ക് പറയുമ്പോ ഇച്ചിരിയൊക്കെ മാറൂലേ? അത്ര എന്റെ മാറിയിട്ടുള്ളൂ. ഞാൻ ഫയർ കയറ്റിയതിന് ശേഷം ജാസ്മിൻ ഇവിടെ ഫയർ ആയെന്നൊക്കെ പറഞ്ഞ് നടന്നു തോന്നുന്നു. ജാസ്മിൻ പറയാണ് എന്നെ ഫയർ ആക്കിയത് ജിൻഡോ ആണെന്ന് ഇവിടെ എല്ലാരോടും പറഞ്ഞു നടക്കണ്ടെന്ന് ഞാൻ കേട്ടു. ജനം വരെ പറഞ്ഞു. പിന്നെ എങ്ങനെയാ ഇരിക്കാം. ജിൻഡോ ജനം വരെ പറഞ്ഞില്ലേ? നമുക്കൊരു ചെറിയ ഹാർഡ് വർക്ക് ആൻഡ് ലക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം ഉണ്ട്. ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞു നമുക്കെന്നൊരു കളി കളിച്ചാലോ? അതായത് രണ്ട് കാര്യം. ഒന്ന് ഹാർഡ് വർക്കിലൂടെ, അതായത് ഈ ബിഗ് ബോസ് വീട്ടിൽ ലക്ക് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും ഇവിടെ സർവൈവ് ചെയ്യുന്ന മത്സരാർത്ഥികളെ കാരണസഹിതം പറയുക. ആ സൈഡിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ അൻസിബ. ആദ്യം വന്നത് ജാസ്മിൻ ആയിരുന്നു. ജാസ്മിൻ ലക്ക് കൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞത് അൻസിബേനാണ്. ഹാർഡ് വർക്കിലൂടെ അർജുൻ. ഹാർഡ് വർക്ക് ജാസ്മിൻ കൊടുത്തത് അർജുനാണ്. ഇങ്ങനെ 24 മണിക്കൂർ ഗെയിമർ അല്ലാതെ സിജോ ബി ലൈക്ക് അന്ത ജാസ്മിൻ അങ്ങനെ ഒരു സംസാരം. 24 മണിക്കൂർ ഗെയിമർ അല്ലാതെ അർജുൻ ഞാൻ തന്നെ. എനിക്ക് ഹാർഡ് വർക്ക് തോന്നിയത് ജിൻഡോ ചേട്ടനാണ്. അഭിഷേക് ബി ലൈക്ക് എനിക്കിവിടെ ഒരു ഹാർഡ് വർക്കിംഗ് മത്സരാർത്ഥിയായിട്ട് തോന്നിയത് ജിൻഡോ ചേട്ടനെയാണ്. അത് പുറത്ത് പോസിറ്റീവായിട്ട് പോകുന്നോ നെഗറ്റീവായിട്ട് പോകുന്നോ എന്ന് അറിയത്തില്ല. ജിൻഡോ ബി ലൈക്ക്. പിന്നെ എനിക്ക് ലക്ക് തോന്നിയത് നോറയാണ്. അഭിഷേക് നോറയാണ് ലക്ക്. നോറ പോടാ മന്നി. ഇപ്പൊ നമ്മൾ ഇപ്പൊ പറയുന്ന 2 വീക്ക് ഞാൻ ലക്കൊന്നുമല്ല. എല്ലാരും കൂടി എന്റെ ഗെയിം പ്ലാൻ പൊളിച്ച് എന്റെ സ്ട്രാറ്റജി പൊളിച്ച് എന്റെ വോട്ട് കളഞ്ഞ്. സിജോ 24/7 ഗെയിമർ അല്ലെങ്കിൽ തന്നെയും ഒരു ഗെയിമർ ഉണ്ടല്ലോ. ആ എന്റെ പേര് സിജോ. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് 24/7 ഗെയിമർ എന്നാ. ഇത്ര നാള് കാട്ടുതീന്നായിരുന്നു. ഈ പേര് ചെറുതായിട്ടൊന്ന് മാറ്റി. ഗെയിമർ ഒരു ആക്റ്റീവായിട്ട് ഞാൻ കണ്ടത് കഴിഞ്ഞ വീക്കിലാണ്. അതാണ് ഇത്രയും നാള് സംസാരിക്കാതിരുന്നപ്പോ അവിടെ സർവൈവ് ചെയ്തു. കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു, ഈ ആഴ്ച ഔട്ടാവും. അപ്പോ മടുപ്പാണെന്നുണ്ടെങ്കിൽ പോയേക്കണം. അപ്പോ സിജോ ലക്ക് അൻസിബയ്ക്ക് തന്നെ കൊടുത്തു. ജിൻഡോ പറയാണ് ഒരു ആംഗിളിൽ കംപ്ലീറ്റ് ഹാർഡ് വർക്ക് പിന്നെയും ജിൻഡോന്. ജിൻഡോ പുള്ളി തന്നെ ഞാൻ പുള്ളിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ കാര്യം. ല്ല മണ്ടൻ ടാഗ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സിജോ പറഞ്ഞ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഫസ്റ്റ് വീക്ക് പുള്ളിനെ മണ്ടൻ എന്ന് വിളിച്ച് കളിയാക്കി. അതിൽ നിന്നും ഇപ്പൊ നിൽക്കുന്ന ജിൻഡോയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഹാർഡ് വർക്ക് കാരണം എന്നാണ് ജിൻഡോ പറയണത്, അല്ലെ സിജോ പറയണത്. ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ജിൻഡോ വിലക്ക് ഒബിയസ്ലി അതിനകത്ത് ജിൻഡപ്പിനും വരും. ഞാൻ പറയണ അൻസിബയുടെ പേരാ പറയണ. ഋഷി ഹാർഡ് വർക്ക് കൊടുത്തത് അൻസിബയ്ക്കാണ്. ഋഷിയുടെ കണ്ണിൽ മൊത്തം അൻസിബനെ മാത്രം കാണുള്ളൂ. അൻസിബ മാത്രം നിന്ന മാത്രമല്ല ഹാർഡ് വർക്ക് എന്ന് പറയാം. ഇപ്പൊ എടാ ഞാൻ ഹാർഡ് വർക്ക് എപ്പോഴാണ് ഇതൊക്കെ? ഇത് നമ്മുടെ സ്വന്തം വീടും ആണ്. കഴിഞ്ഞ ഫാമിലി വീക്കിൽ പോലും നിന്ന് ഋഷി ഉദ്ദേശിച്ച ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. സിജോ അല്ലല്ലോ നടത്തുന്നത്, നമ്മള് ജനങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത്. അത് പോയിന്റ് ഋഷി. സിജോ ആണ് ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് എഴുതിയതൊന്നൊരു തോന്നലുണ്ട്. എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നത്. എന്തൊക്കെ കാണിച്ചുകൊണ്ടുണ്ട്. വെർത്തുള്ളതുകൊണ്ടും ജനങ്ങൾക്ക് ആ സൈഡിൽ നിന്ന് വെർത്തിട്ടാണ് തോന്നിയോണ്ടാണ് ജനങ്ങൾ തീരുമാനിച്ചു ഇന്ന് ഔട്ടാണ്. അർത്ഥവും എല്ലാതെയും കൺഫ്യൂഷൻ ആക്കുന്ന മിടിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ. ലക്കി നോറാബിയില് എല്ലാരും എന്നെ ടാർഗറ്റ് ചെയ്യുക, എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തുക. നാളെ ഇതും പറഞ്ഞ് ഞാൻ ഒരാഴ്ച കരയും ക്യാമറ നോക്കി. ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ജിൻഡപ്പൻ തന്നെ. അൻസിബ ഹാർഡ് വർക്കിംഗ് കൊടുത്തത് ജിൻഡോ ചേട്ടനാണ്. എന്താ ജാസ്മിനെ? അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തത് ഡെഫിനറ്റ്ലി ജിൻഡപ്പൻ തന്നെയാണ്. ജിൻഡോ എന്നിങ്ങനെ പുകഴ്ത്തല്ലേ ശരിക്കും സത്യമായിട്ടും. അല്ലെങ്കിൽ സ്വയം കണ്ടന്റ് ആവാനാണെന്നുണ്ടെങ്കിലും ഓടി നടന്ന് പണിയെടുത്ത് വയ്യാണ്ടായിട്ടുണ്ടാവും ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നോറയാണ്. ഇപ്പൊ 2 ആഴ്ച അൻസിബ ലക്കി നമ്മുടെ നോറ. ഈ ആഴ്ചയും തേടിയിട്ടില്ല, കഴിഞ്ഞ ആഴ്ചയും തേടിയിട്ടില്ല. അത് എന്റെ തെറ്റ്. അന്ന് ചെയ്താ മണ്ടത്തരല്ലേ, അതിന് ഔട്ടായി പോട്ടാ. എനിക്ക് ലക്ക് ഫാക്ടർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ജിൻഡോ ചേട്ടനാണ്. നോറ ജിൻഡോ ലക്ക അടിപൊളി. പലപ്പോഴും എത്തിക്സ് ഇല്ലാതെ ചെയ്തിട്ട് പിന്നെ എങ്ങനെ കൊള്ള ചെയ്തിട്ട് പിന്നെ എങ്ങനെ ഈ ഒരു മനുഷ്യന് ഇവിടെ സായി ഇവളെന്ത് തേങ്ങയാടാ പറയുന്നത്? അർജുനാണ്. ബിക്കോസ് അവൻ ചെയ്യുന്ന നോറ ഹാർഡ് വർക്ക് നമ്മുടെ അർജുൻ വിലക്ക്. ജിൻഡോയ്ക്ക് എന്താ പറയാനുള്ളത്? ജിൻഡോ ലാലേട്ടൻ ചോദിച്ചു ഈ നോറ പറഞ്ഞതിനെ പറ്റി ജിൻഡോക്ക് എന്താ പറയാനുള്ളത്? പറയാനാണ് നോറ പറയുന്നത് മൊത്തം വാ വിളിച്ച നോണ പറയുന്നത്. പുള്ളിയാത്തി പറഞ്ഞു തന്നെ പുള്ളിയാത്തി പോയിന്റ് ആലോചിച്ചോണ്ടിരിക്കുകയാണ്.
കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. സമയത്തും ക്യാമറ പോയി സംസാരിക്കും. ഇന്നലെ വരെ ഞാൻ കണ്ടതാണ്. ഞാനും കണ്ടു കരയണത്, ഞാനും കണ്ടു. ആ മാല ഇട്ടുകൊണ്ട് പോയിട്ട് ഞാനിങ്ങനെ കേട്ടോ. ഞാൻ മാത്രല്ല, നിങ്ങളെല്ലാരും കണ്ടിണ്ടാവും. ഇതേതി ചേച്ചി? അടുത്ത ബ്രേക്ക് വന്നപ്പോൾ അവിടെ പോയിരുന്നത് ഇന്നലെ വരെ ഞാൻ കണ്ടതാണ്. ഞങ്ങൾക്കറിയാം ഭയങ്കര ഫേക്കാന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്റെ പൊന്നു ജിൻഡോ, ഇത് ഞങ്ങക്ക് മനസ്സിലായതാണ്. ഹാർഡ് വർക്ക് ഞാൻ അൻസിബിനെ പറയണത്. കാരണം ഞാൻ അൻസിബ ഹാർഡ് വർക്ക് അൻസിബിയാന്ന് പറഞ്ഞു. അൻസിബ പൊന്നു ജിൻഡോ, ഇതൊക്കെ ഇപ്പൊ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇത് ബുദ്ധിയുള്ള ഒരാളാണ് അൻസിബ എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അൻസിബ ബുദ്ധിയാ? എനിക്കാ കാരണം മറ്റേ സൈലൻസർ മറ്റേത് വെച്ചിട്ടാണ് വെടി വെക്കണത്, ആരും അറിയില്ല. ജിൻഡോന് പറഞ്ഞു തരാനുള്ള ബുദ്ധിയാ? ശരിക്കും പൊട്ടുന്ന സമയത്ത് പൊട്ടിയിരിക്കും. ജിൻഡോ, അൻസിബ വെടി വെക്കില്ലേട്ടാ, പക്ഷെ അത് സൈലൻസർ വെച്ച് തോക്കായിരിക്കും. എവിടെന്ന വെടി കൊള്ളുന്നതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ ഒരു അഭിപ്രായത്തില് കപ്പടിക്കാൻ എന്തുകൊണ്ടും യോഗ്യത അൻസിബയാണ്. തീർന്ന്. ഈ ജിൻഡോ മാൻഡ്രേക്ക, ജിൻഡോ ആരുടെ പേര് പറയുന്നു, ആരെ പൊക്കി പറയുന്നു, അവരൗട്ടാ. കപ്പ് മേടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോ അൻസിബ വാങ്ങിക്കുന്നുള്ളതാണ്. അർജുൻ, ഫോറസ്റ്റ് കാമ്പൽ, രതീഷേട്ടൻ, ജാൻമോണി, ശ്രീരേഖ ചേച്ചി, നമ്മുടെ അപ്സര, ഇപ്പതേ അൻസിബ. ഓക്കെ, ഹാർഡ് വർക്കിംഗ് ഞാൻ ജിൻഡോ ബ്രോയെ പറയും. അർജുൻ ഹാർഡ് വർക്ക് കൊടുത്തത് ജിൻഡോ ചേട്ടനാണ്. അർജുൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻഡോ ചേട്ടൻ ഒരു പുതിയ കാര്യം ആൾക്ക് അറിയില്ലെങ്കിലും ആളതിരുന്ന് പഠിക്കും. ആ എഫേർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നൈസാ. ഒരു വ്യക്തി ഇവിടെ എന്ത് ചെയ്യുന്ന എനിക്കറിയാം. നോറയുടെ പേഴ്സണൽ തിങ്സ് അല്ലാതെ ആയിട്ട് അർജുൻ സെലക്ട് ചെയ്തത് നോറേനെയാ. നോറ പന്നി. അൻസിബജി പോണം ഭയങ്കര ഒരു ആഗ്രഹമുള്ള ആളാണ്. പക്ഷെ അൻസിബജി പോണം. ഈ നന്ദനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. നന്ദന വേറൊരാൾ പറയണത് കോപ്പി അടിച്ചേ പറയുള്ളൂ. ഇന്ന് ആരുടെ മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ സായി പറഞ്ഞതിന്റെ ഹാർഡ് വർക്ക് ചെയ്യണത് സിജോ ചേട്ടനാണ്. സിജോ ചേട്ടൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഇന്ന് സിജോ പറഞ്ഞതിന്റെ ഒരു മിക്സ് ആണ് നന്ദന പറഞ്ഞത്. എനിക്ക് വന്നിട്ട് ലക്ക് വന്നിട്ട് അൻസിബ ചേച്ചിയെ തോന്നിയിരിക്കുന്നത്. ശ്രീതു ലക്കി അൻസിബയ്ക്ക് കൊടുത്തു, ഹാർഡ് വർക്കിംഗ് അർജുൻ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എനിക്ക് അർജുനാണ്. സ്റ്റാർട്ടിങ് ഒക്കെ കൊഞ്ചം കമ്മിയാതാണ്ടായിരുന്നു. സായി എന്നിട്ട് നമ്മുടെ ജാസ്മിന്റെ ഹാർഡ് വർക്ക് ആണ്. ഹാർഡ് വർക്ക് എന്റെ പൊന്നു, എന്താ ഹാർഡ് വർക്ക്. ജാസ്മിന്റെ ഗ്രാഫ് ആയിരിക്കും കുറച്ചും ടഫ് ആയിട്ടുള്ള ഒരു ഗ്രാഫ്. ഇമോഷണൽ തള്ള ഇവനാള് മാറിപ്പോയടേ. ഇവൻ എന്നെ പറ്റി നല്ലത് പറയുന്നു. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് നമ്മുടെ അൻസിബയുടെ കേസിൽ. ലക്കി അൻസിബ, ലക്കി അൻസിബ, ലക്കി അൻസിബ, എല്ലാരും കൂടി അൻസിബനെ ഇങ്ങനെ പൊക്കി കൊണ്ടുപോയിട്ട് ഇന്ന് ഔട്ടാക്കും. അപ്പൊ നമുക്കൊരു ഗെയിം കളിക്കാൻ റെഡിയാണല്ലേ നിങ്ങൾ? അപ്പൊ നമ്മുടെ ഋഷിക്ക് കിട്ടിയ അതേ പോയിന്റ് വേറൊരാൾ കൂടി കിട്ടും. അത് ഈ ടാസ്ക് ജയിച്ചു വരുന്ന ആൾക്കായിരിക്കും. ഇതിന് മുകളിലായി ചോപ്പ് സ്റ്റിക്കുകളും 7 വീതം നട്ടുകളും കാണാം. മത്സരം ഇതായിരുന്നു. 7 നെറ്റ് അവിടെ ഇരിക്കുന്നുണ്ടാവും. ഒരു ചോപ്പ് സ്റ്റിക്ക് ഉണ്ടാവും. ഈ ചോപ്പ് സ്റ്റിക്ക് വെച്ച് നെറ്റ് എടുത്ത് മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ച് 7 നെറ്റും വെച്ച ശേഷം അവിടെ കിടക്കുന്ന ആ ഒരു നെറ്റിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എഴഞ്ഞു പോയിട്ട് അതിന്റെ അറ്റത്ത് തൂക്കിയിട്ടിരിക്കുന്ന കത്രിക പൊട്ടിച്ചെടുക്കുക. 6 പേർ മാത്രം പിന്നീട് നെറ്റ് ശരിയാക്കി 6 പേരാണ് ഇതിന്റെ അടിയിൽ കൂടെ പോകേണ്ടത്. ആദ്യം എത്തുന്ന 3 പേർ മാത്രം കിട്ടുന്ന കത്രിക വെച്ച് അവിടെയുള്ള റിബൺ മുറിച്ച് കൈ തൊടാതെ ഇങ്ങനെ ചുറ്റി ആ റിബണിന്റെ അറ്റത്തുള്ള താക്കോൽ എടുത്ത് 3 പെട്ടിയുണ്ട്. അതിൽ 2 പെട്ടി തുറന്നു കിട്ടും. അപ്പൊ ഏതെങ്കിലും പെട്ടി തുറക്കുക. തുറന്നു കിട്ടുന്ന പസിൽ റെഡിയാക്കുന്ന ആൾക്ക് ടിക്കറ്റ് ഫിനാലയുടെ ബോണസ് പോയിന്റ് കിട്ടും. എല്ലാവർക്കും മനസ്സിലായല്ലോ? ജിൻഡോ അല്ലട ചോദിച്ചു, എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായെങ്കിൽ പറയണം കേട്ടോ. ജിൻഡോ മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഇതിൽ ജയിച്ചാൽ എന്റെ വകയാണ് ഒരു പോയിന്റ് കിട്ടും. മനസ്സിലായില്ല കേട്ടോ. അലട്ടൻ ഫ്ലാഗ് വീശി കാണിച്ച് ഇത് ഉദ്ഘാടനം ചെയ്തു. മത്സരം തുടങ്ങി. നിർത്ത് ഒന്ന് സൂം ചെയ്ത്. അതെന്താ കൈ വെച്ച് നേരെ പിടിച്ചു വെക്കണ? അപ്പൊ ബാക്കിയുള്ളവന്മാരെന്താ പൊട്ടന്മാര്? അല്ല ജാസ്മിൻ, ഇങ്ങനെ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ വെക്കണത് ഭയങ്കര പാടായിരിക്കില്ലേ? അൻസിബ 3G. ജിൻഡോ കൈ വെച്ചാണ്. അർജുനും ജാസ്മിനും ഫസ്റ്റ് തന്നെ പോയി. തൊട്ടു പുറകെ നമ്മുടെ അൻസിബ, നോറ, ശ്രീതു എല്ലാരും കടന്നു. പക്ഷെ അവര് ബഹുദൂരം മുന്നിലായിരുന്നു. കൈമ ചുറ്റി താക്കോലെടുത്ത് പെട്ടി തുറന്ന് പസിൽ റെഡിയാക്കി തുടങ്ങി. നിമിഷ നേരം കൊണ്ട് പസിൽ ശരിയാക്കി നമ്മുടെ ജാസ്മിന് ടിക്കറ്റ് ഫിനാലയുടെ ബോണസ് പോയിന്റ് കിട്ടി. പക്ഷെ ആ നെറ്റ് വെച്ചാൽ എന്താ കൈ യൂസ് ചെയ്തൊക്കെ ആയിട്ട് തോന്നുന്നു. ജാസ്മിൻ 2 കൈ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിന്റെ പ്രേമം ഇറങ്ങിയപ്പോ ലാലേട്ടൻ ജാസ്മിനെ ചീത്ത പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. എപ്പിസോഡിൽ നൈസായിട്ട് തൂക്കി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജാസ്മിൻ ഏതൊക്കെ രീതിയിൽ ഫേവർ ചെയ്യുന്നുണ്ട്. ഈ ഫേവർ ചെയ്യുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലടേ. ഇത്തവണത്തെ സീസൺ ഓടിയത് ജാസ്മിൻ കാരണമല്ലേ? ജാസ്മിന് കിട്ടിയ ഹെയ്റ്റ് കാരണമാണ് ഈ സീസൺ ഓടിയത്. 100 ദിവസം കഴിഞ്ഞിട്ട് ഈ പെങ്കൊച്ചിനെ ഈ ഹെയ്റ്റോട് കൂടി സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടാൽ
എന്തായിരിക്കും അവളുടെ മാനസികാവസ്ഥ? അപ്പൊ ഇത്തിരി ഫേവർ ഒക്കെ ചെയ്ത് ഒന്ന് വെളുപ്പിച്ചിട്ട് ഇറക്കി വിടുള്ളൂ. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും കളി ജയിച്ചത് ജാസ്മിൻ കഷ്ടപ്പെട്ട് തന്നെയാണ്. അടിപൊളിയായിട്ട് കളിച്ചു, ജയിച്ചു, ടിക്കറ്റ് ഫിനാലയുടെ ബോണസ് പോയിന്റ് സ്വന്തമാക്കി. എന്ത് തോന്നുന്നു ജാസ്മിൻ? എക്സലന്റ്. ജിൻഡോ, ജാസ്മിൻ, അർജുൻ ഇവര് 3 പേരും ടോപ്പ് 5 വരുന്നുള്ള ഉറപ്പുള്ള ആൾക്കാരാ. ഇവർക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ സപ്പോർട്ടുള്ള ഒരാൾ കൂടി കയറാം. അതല്ല ടിക്കറ്റ് ഫിനാലെ അടിച്ചെടുക്കുന്ന ആരാണോ അവരുടെ കൂടെ ഇവർ 4 പേരുണ്ടാവും. എന്തായാലും കളി കഴിഞ്ഞാണേ. ഫയർ എവിടെ നിന്ന് കിട്ടി? ജിൻഡോ തന്ന ഫയറാണോ? അതെ അതെ ലാലേട്ടൻ ജിൻഡോനോട്, ജിൻഡോ കൊടുത്ത ഫയറാണോ ജാസ്മിന്റെ കയ്യില്? ജിൻഡോ, ജാസ്മിനെ ജിൻഡോ തന്ന ഫയറാണിത്. ജാസ്മിൻ, അതെ ലാലേട്ടാ. ജിൻഡോയുടെ ഫയറൊക്കെ പോയോ? ഇല്ല അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, എന്താ ജിൻഡോന്റെ ഫയർ പോയോ? ഇല്ല ലാലേട്ടൻ, എന്റെ പോയിട്ടില്ല, നല്ല ഫയർ ഉണ്ട്. എനിക്ക് ഇഷ്ടമാണ് അവളെ കയറി വരുന്നത്. ഇപ്പൊ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. ജിൻഡോ പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണ് ലാലേട്ടാ, അവർക്ക് കിട്ടുന്ന എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ലാലേട്ടൻ, അവര് കളിച്ച് ജയിച്ചല്ലേ, എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒരാൾ സന്തോഷമുള്ളൂ എന്ന് പറയുമ്പോ ഈ ഡയലോഗാണോ ലാലേട്ട പറയുന്നത്? എന്തായാലും കൊള്ളാം. മുഖത്ത് നോക്കാതെ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരാം. ഇപ്പൊ കണ്ടസ്റ്റന്റ്സിനൊക്കെ മുഖത്ത് നോക്കാതെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് കൊടുക്കാണ്. ജാസ്മിനും നോറയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവാം. അപ്പൊ നോറയ്ക്കും ജാസ്മിനുമാണ് ഈ ടാസ്ക് കൊടുത്തത്. നോറയ്ക്ക് പറയണം ജാസ്മിനോട്. അപ്പൊ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്ന ദിവസമാണെങ്കിലും ഞാൻ നിന്നോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നോറ ജാസ്മിൻ ഫൈറ്റ് മാറ്റാൻ കയറ്റിയതാണെങ്കിലും ഇത് മുട്ടനടിയാവാൻ ചാൻസ് ഉണ്ട്. തിരുത്തേണ്ട കാര്യങ്ങൾ ഞാൻ കാണുമ്പോൾ എന്തിനാ തിരുത്തണേ? നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ, എന്തിനാ അവളുടെ കാര്യത്തിൽ ഇടപെടാൻ പോണേ? പറയുമ്പോ പോലും അതൊരു പേഴ്സണൽ ഗ്രഡ്ജ് ആണെന്നുള്ള രീതിയിൽ. പേഴ്സണൽ ഗ്രഡ്ജ് നിനക്ക് ഉള്ളോണ്ടാണ് ഉണ്ടെന്ന് പറയണേ. അല്ല എന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടും നീ അത് കേട്ടിട്ടില്ലായിരുന്നു. അവക്ക് തോന്നിക്കഴിഞ്ഞാൽ നിനക്കെന്തടേ? എന്തുകൊണ്ടോ ഞാൻ നീയുമായിട്ടാണ് കൂടുതൽ കണക്ട് ആയത്. 3G എന്ന് പറഞ്ഞൊരു കോമൺ ഫാക്ടർ നിങ്ങൾ തമ്മിൽ ഉണ്ടല്ലോ, ആ കണക്ഷൻ ആകും. നീ ഉദ്ദേശിച്ചത് ഗബ്രിയെ തന്നെയാണെന്ന് എനിക്ക് നല്ല കറക്റ്റ് ആയിട്ട് അറിയാലോ ഗബ്രിയാണെന്ന്. പിന്നെ എന്തിനാ ഒരു പറയണ? എന്നെ പിന്നെ ഡൗൺ ആക്കാനല്ലേ? സിജോയൊക്കെ സാക്ഷിയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ കല്യാണത്തിന് പോകുന്ന കാര്യം സാക്ഷി സിജോ ഉണ്ട്. സിജോ അവിടെ ഇരുന്ന് ബിസ്ക്കറ്റ് തിന്നാ. നേരത്തെ ജാസ്മിന്റെ കല്യാണത്തിന് വെച്ച് നീ മുഖത്തടിച്ച് എനിക്ക് പറഞ്ഞു ഞാൻ തരില്ല. നോറ ബി ലൈക്ക്, ഞാൻ നിന്റെ കല്യാണം വിളിച്ചല്ലെങ്കിലും വരില്ല, എനിക്ക് നിന്റെ കല്യാണം കാണുന്നത് ഇഷ്ടമല്ല, ചെറിയ അസൂയ, അത്രേ ഉള്ളൂ. പേഴ്സണൽ കാര്യം പറഞ്ഞത് ആ ഒരു സമയം എന്താ പറഞ്ഞേ? വന്ന് പറയാം, നീ ഒന്ന് ഓക്കെ ആക്കാവളെ. എന്തിനാടേ ഇവിടെ ഒരാൾ ഓക്കെ ആക്കാൻ? ഇതിപ്പോ എന്തിനാ ഈ മുഖത്ത് നോക്കാതെ ഇത് സംസാരിക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങക്ക് മനസ്സിലായ? ജാസ്മിനും നോറെ സംസാരിച്ചിട്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ബസർ അടിച്ചു. ഇപ്പൊ ജാസ്മിൻ, ബിഗ് ബോസ് ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. സമയം കഴിഞ്ഞു. ബിഗ് ബോസ് സമയം കഴിഞ്ഞു, എണീറ്റ് പോവുക. പോണ വഴിയൊക്കെ ജാസ്മിനും നോറെ സംസാരിച്ചുകൊണ്ട് പോണ്ട്. ജനങ്ങൾക്ക് ഇതിപ്പോ ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിട്ടും ആ പ്രശ്നം മാറിയിട്ടില്ല, അത് കൂടുതൽ വഷളാവുന്നത്. സത്യത്തിൽ ബിഗ് ബോസിന് തന്നെ വേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ച് ഒരു ധാരണയിലെത്തും. ഓ, അല്ലാതെ അടി ഉണ്ടാക്കാൻ കൊടുക്കുന്ന ടാസ്ക് അല്ലത്. സിജോ, ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു, സിജോ ആരെങ്കിലോട് സംസാരിക്കണോ? എനിക്ക് നോറേനോട് സംസാരിക്കണം ലാലേട്ട, അഭിഷേകിനോട് സംസാരിക്കണോ? എന്നാ വാടാ. അല്ല, എന്നാ ഒരു കാര്യം പറഞ്ഞ എന്ന് പാടാ മോനെ, നമുക്ക് സംസാരിക്കാം. എല്ലാവരുടെ മുമ്പ് വെച്ച് എനിക്ക് നോറയോടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ തുറന്നു പറഞ്ഞു. നോറയാണ് മൊത്തത്തിൽ അവിടുത്തെ സംസാര വിഷയം. നീ അതൊരു സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ട, അത് വിട്ടേക്ക്. അതിനെപ്പറ്റി സ്ക്രീൻ സ്പേസ് ആണല്ലോ ഇവിടെ എല്ലാം. അതൊരു ഗെയിം മാത്രമല്ല, അതെനിക്ക് പേഴ്സണലി എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് കൂടിയാണ്. ഓ, നിന്റെ ഗെയിം, നമ്മൾ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ഗെയിം എന്തെങ്കിലും കത്തുന്ന അഭിഷേക, പിന്നെ നിന്റെ ഗെയിം എന്നാ ഇത്രക്ക് പറയാറായോടാ നീ? ആ ഗെയിം അണക്കുക എന്നുള്ളതാണ് എന്റെ മൈൻഡ് ഗെയിം. അതാണ് ഞാൻ ചിരിപ്പിച്ച് കൊല്ലും ഈ അഭിഷേക്. മൈൻഡ് ഗെയിമിന്റെ സ്പെല്ലിംഗ് എന്താന്ന് അറിയാത്തവന്മാരാ. ഗെയിം കളിക്കുക എന്നുള്ളത് എന്റെ ഇഷ്ടം. പക്ഷെ അത് മൈൻഡ് ഗെയിം അല്ല. സിജോ ബി ലൈക്ക്, ഇത് മൈൻഡ് ഗെയിം അല്ല, ഇത് മലര് ഗെയിമാ. ഞാനെന്നെ മൈൻഡ് ഗെയിം ആയിട്ട് കാണുന്നില്ല. എന്താലേ നന്ദന ബി ലൈക്ക്, എന്റെ പൊന്നിലാലേട്ട ഇങ്ങനത്തെ ടാസ്ക് തരല്ലേ, തലവേദന എടുത്തത് കേട്ട്. ജാസ്മിൻ വിത്ത് ലവ് മോഹൻലാൽ. അപ്പൊ മറ്റേ ടിക്കറ്റ് ഫിനാലയുടെ മറ്റേ ബോണസ് ടാസ്കിൽ വിജയിച്ചുകൊണ്ട് ജാസ്മിന് ഒരു സമ്മാനം കിട്ടി. വേറെ ഒന്നല്ല, ലാസ്റ്റ് സെറ്റ് ചെയ്ത പസിലിന്റെ ഒരു ഫോട്ടോ ഫ്രെയിം വിത്ത് ലവ് മോഹൻലാലും. എനിക്ക് ശ്രീധുവിനോടാണ്. ആണോ? ഇപ്പൊ വേറെ ആർക്കും സംസാരിക്കാനില്ല, അതുകൊണ്ട് ജാസ്മിൻ പറഞ്ഞു എനിക്ക് ശ്രീധുവിനോടൊന്നും സംസാരിക്കില്ല ചേട്ടാ. സിധു പറയൂ. എന്തെന്നറിയില്ല, എവിടോ ആ കണക്ഷൻ എങ്ങനെയോ കട്ടായി. ഗബ്രി വന്നോണ്ട്, അല്ലാണ്ട് എന്ത് സംസാരിച്ചാലോ മനസ്സ് തുറന്നാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. തുറക്ക് കുമാരേട്ടാ, ഞാൻ ചതിച്ചു എന്നൊരു രീതിയിൽ നീ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചതിച്ചിട്ടില്ല, സ്വാഭാവികം. കഴിഞ്ഞു ബിഗ് ബോസ്. അവരെന്നെ ഇരുന്ന് കോട്ടുമായിരുന്നു, നോക്കിലാലേട്ടാ. സംസാരിക്കണോ? എന്റെ പൊന്നിലാലേട്ട വേണ്ട, ബോറ് പരിപാടി. സിജോയ്ക്ക് നോറയുടെ തന്നെ പറയണമെന്ന് പറഞ്ഞു. നോറയും സിജോയും പിന്നെയും പോണ്ട്.
സിജോ ബി ലൈക്ക് ഇവളെന്തൊക്കെയാടാ പറയുന്നേ? എനിക്ക് ചേട്ടൻ ഞാൻ പറയട്ടെ, ആ സമയത്ത് എനിക്ക് തോന്നുന്നു നോറ വിചാരിച്ച 1 മിനിറ്റ് നിർത്താതെ സംസാരിക്കണം എന്നാണ് ടാസ്ക്. ചേട്ടാ ഞാൻ പറയട്ടെ, കലപില കലപില പിലാന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഈ പറയുന്നതും നേരത്തെ പറഞ്ഞതും ഇനി പറയാൻ പോണതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. സിജോയ്ക്ക് മറുപടി പറയാൻ ഒരു അവസരം കൊടുക്കും. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു സിജോയ്ക്ക് മറുപടി കൊടുക്കാൻ ഒരു ഗ്യാപ്പ് കൊടുക്കണേ. അതെ ബിഗ് ബോസ് എനിക്കും ആഗ്രഹമുണ്ട്. അത് ജാസ്മിന് ഇതാക്കിയത് എന്നൊരു കാര്യം എന്നിട്ട് കേട്ട് ബിഗ് ബോസ് വരെ പറഞ്ഞിറങ്ങി പോടേന്ന്. ശരി എങ്ങനെ ഇരിക്കണം? ഇറങ്ങി പോടേ. ആൻസർ പറയാൻ സമയം കൊടുക്കാത്ത അതല്ലാത്ത ജിൻഡോ ബി ലൈക്ക് നോറ ഇങ്ങനെ തന്നെയാ. ആക്ഷനും ഈ കാര്യങ്ങളും ഇതൊക്കെയാണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാവാറില്ല, ആർക്കും മനസ്സിലാവാറില്ല. ജിൻഡോനോട് ലാലേട്ടൻ ചോദിക്കാണ്, ആരെടുത്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഇല്ല അല്ലട്ടോ. ജിൻഡോനെ ആരെങ്കിലും കൊണ്ടുപോകണോ? എന്റെ പൊന്നോ വേണ്ട. ജിൻഡോനോട് സംസാരിക്കുന്നതിന് നല്ലത്. എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോവാം. അത് കഴിഞ്ഞ് എവിക്ഷൻ ആയിരുന്നു. തിരക്കിലായി പോയിന് ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് അത്ര കഴിവേ ഉണ്ടാവുള്ളൂ. പറയുന്നത് എന്റെ മാക്സിമം ഔട്ട്പുട്ട് ലാലേട്ടന്റെ കഴിവ് ഇത്രേ ഉള്ളൂ. എടുത്തിട്ട് വരാം. ലാലേട്ടൻ പറഞ്ഞു ശ്രീധുവിനോട് സ്റ്റോർ റൂമിൽ പോയിട്ട് ആ ഒരു സാധനം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ശ്രീധു അവിടെ ചെന്നിട്ട് ഇത് എടുത്തിട്ട് വായിച്ചു നോക്കണം. ശ്രീധു ഞാൻ ശ്രീധു ഞാൻ മൂടിയാ എന്ത് മൂടി? അല്ല ഞാൻ വായ മൂടി. ഇപ്പടി എടുത്തു മൂടി അല്ല ഞാനത് മൂടി വെച്ചു. ചോദിച്ചാൽ ഞാൻ സേവ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ശ്രീധുവിനോട് ചോദിച്ചു ആര് സേവ് ആവാനാണ് ആഗ്രഹം? ശ്രീധു അത് കഴിഞ്ഞാൽ അർജുൻ ഞാനല്ലാതെ അർജുൻ സേവ്. ശ്രീദേവി സേവ് ആൾക്കാര് എന്താണ് ഋഷി? അത് കഴിഞ്ഞ് ഋഷി അൻസിബനെ കാണിക്കുന്നു. അത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, എനിക്ക് അതിന് മുകളിലാണ് അൻസിബ. പറഞ്ഞു എനിക്ക് ഫ്രണ്ട് മാത്രമല്ല എനിക്ക് വേറെ ലെവലാണ്. ആ അവരുടെ വീഡിയോ ഇട്ടു. അപ്പൊ ഇന്ന് എന്തായാലും അൻസിബ പോവും. അൻസിബ ഋഷി എൻ ഫ്രണ്ട് പോലെ മനോഹരമായ ഫ്രണ്ട്ഷിപ്പിന്റെ പാട്ടിട്ട് മനോഹരമായി എഡിറ്റ് ചെയ്ത അൻസിബ ഋഷി സൗഹൃദത്തിന്റെ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് ലാലേട്ടൻ റിസൾട്ട് പറഞ്ഞു. എനിക്ക് ശരിക്കും ഋഷി ഫ്രണ്ട് ഒന്നുമല്ല. ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ പോവും, എന്റെ അനിയനാണ്, ഞാൻ ലവ് ഹിം. അൻസിബ ഋഷിക്ക് ഉമ്മ എടുത്ത് ആ വരുന്ന നല്ല എക്സ്പ്രഷൻസ്. ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ ഫോട്ടോ മാറി 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 വന്നു. ലാസ്റ്റ് അൻസിബയുടെ ഫോട്ടോയിൽ എവിക്റ്റഡ് എന്ന് എഴുതി കാണിച്ചു. സോ ഹാപ്പി. ഋഷി നന്നായിട്ട് ഗെയിം കളിക്കാം. എല്ലാരും ഇത്ര പേര് പറഞ്ഞിട്ട് അഭിഷേകം ഉണ്ടോ നിനക്ക്? ആകെ 3 ആഴ്ച 3 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ പുറത്തിറങ്ങാടാ. പോട്ടെ ഋഷി. അതെ ഇപ്പൊ മിൽമ നൽകിയ സ്നേഹ സമ്മാനം കൊടുക്കുകയാണ്. എന്നാൽ എന്റെ ചിന്ത എന്താന്ന് വെച്ചാലേ ഈ കവറിൽ എന്തായിരിക്കും? പാലായിരിക്കോ? തൈരായിരിക്കൂലേ? നെയ്യായിരിക്കും. നെത്തി നോക്കാം. പ്രധാന വാതിലൂടെ കാണാൻ പറ്റുള്ള അതെന്താ? ലവ് യു ഓൾ എല്ലാവരും നന്നായി ഗെയിം കളിക്കാൻ ഫിനാലേക്ക് വരും. ഋഷി മതിയടേ. പുറത്തിറങ്ങിയിട്ട് മറക്കല്ലോ കേട്ടോ. മറക്കല്ലേന്നാ? ഇങ്ങനെ മറക്കാൻ ഇന്ന് മറക്കാൻ എനിക്കറിയില്ല. എനിക്ക് ഇവിടെ ഋഷിക്ക് പേടിയുണ്ട് അൻസിബ ഫേക്കായിരുന്നു. അൻസിബ ലവ് യു. ലവ് യു. അത്ര സങ്കടം ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അൻസിബ എനിക്ക് സങ്കടമൊന്നുമില്ല ലാലേട്ടാ, സന്തോഷം മാത്രം. 9 പ്രാവശ്യം നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അതെ പൊന്ന അൻസിബ 9ാമത്തെ വീക്കും എസ്കേപ്പ് ആവേണ്ട ആളായിരുന്നു. ആ നോറേനെ എലിമിനേഷനിൽ വരുത്തിയെങ്കിൽ ഒരാള് ടിക്കറ്റ് ഫിനാലയില് ജയിച്ചിട്ട് ഒരാൾ നിൽക്കും. അപ്പൊ നാളെ തൊട്ട് ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കുകൾ തുടങ്ങുകയാണ് ഗെയ്സ്. നമുക്ക് അത് കാത്തിരുന്ന് കാണാം. അതാരായിരിക്കും നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ ഇത്രയൊക്കെ സംഭവിച്ച ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് 79ന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ നന്നായി കളിക്കാം. ഓക്കെ, ടേക്ക് കെയർ.